വരുമ്പോൾ അജിംസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരാൻ പോകുന്ന PMAYലെ എംബ്ലത്തെക്കുറിച്ചാണ് ജെയിംസ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ പരേഡിൽ വന്ദേ മാതരം പാടാതെയാണ് അത് ആഘോഷിച്ച് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന് വരാൻ പോകുന്ന PMAYയിൽ വരാനുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ചും അജിംസ് പറയാത്തതുകൊണ്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ. അജിംസിൻ്റെ ഉത്തരവാദിത്തം അതാണ്, മീഡിയ അങ്ങനെ ആവണമെന്നാണ്. അതാണ് ശരി. നമുക്കിഷ്ടമുള്ളത് മാത്രം പറയുന്നവരാവരുത് മീഡിയ. നമുക്കിഷ്ടമില്ലാത്തത് പറയണം, പക്ഷേ സത്യസന്ധമായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി നിൽക്കേണ്ടതല്ല മീഡിയ. ഞാൻ ആ സ്പിരിറ്റ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല കാര്യമാണ്. ഇവിടെ സമരസപ്പെടാത്ത സമരങ്ങളുടെ ഇന്ത്യ എന്നാണ് മുദ്രാവാക്യം. എൻ്റെ ചോദ്യം, ഇത് ഒരു പ്രശ്നമാണ്. നമ്മളെവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു പ്രശ്നം ഈ മുദ്രാവാക്യത്തിലുണ്ട്. ഞാനതിനെ മുദ്രാവാക്യത്തെ പോസിറ്റീവായിട്ടല്ല കാണുന്നത് എന്നതുകൊണ്ടാണ്. അങ്ങനല്ല ഇന്ത്യ. സമരസപ്പെടാത്ത ഇന്ത്യയല്ല. എനിക്കങ്ങനെ അഭിപ്രായമില്ല. നിങ്ങൾ ഈ മുദ്രാവാക്യം പുതിയ തലമുറയിലെ കുട്ടികളോട് പറഞ്ഞാൽ അവരംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പുതിയ ജൻസി കുട്ടികൾക്ക് ശീലമുള്ള ഒരു മുദ്രാവാക്യമേ അല്ല ഇത്. എന്തുകൊണ്ടെന്നാൽ പുതിയ ഇന്ത്യയും പുതിയ രാഷ്ട്രീയവും പുതിയ യൗവനവും ലീഗുകാരായിട്ടുള്ള ഞാനടക്കമുള്ള ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചുറ്റും എന്താണെന്ന് നമുക്ക് അത്രമേൽ കൃത്യമായ ബോധ്യമില്ല. നമുക്കതിലൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നുമല്ല പുതിയ തലമുറയിലെ കുട്ടികളുടെ കാഴ്ചപ്പാടുകളുടെ ഒരു നിൽപ്പെന്ന് നല്ല അവഗാഹത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തിയില്ലെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കാനും നോക്കണ്ട. സുന്ദരമായി നമ്മളെ മറികടന്ന് പുതിയ തലമുറ പോകുമെന്നത് കട്ടായമാണ്. വളരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ്. സൂക്ഷിക്കേണ്ടത് വെറുതെ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടല്ല, രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ സൂക്ഷ്മത ഉണ്ടാവണം. ഡൽഹിയിൽ നടന്ന സമരത്തെക്കുറിച്ച് അജിംസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സത്യത്തിൽ ആ സമരത്തിൻ്റെ മുമ്പിൽ മോദി ഭയപ്പെട്ടു പോകുന്നത് ഒരു രാത്രിയിൽ മോദിക്ക് വരേണ്ടി വന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ എന്നങ്ങനെ പറയുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള കുറച്ച് സാധനങ്ങൾ ഫേസ്ബുക്കൊക്കെയാണ്. അതൊന്നുമല്ല. ആ കുട്ടികൾക്ക് ഇൻസ്റ്റ പോലെ അതല്ലെങ്കിൽ റെഡിറ്റ് പോലെയുള്ള ഏറ്റവും പുതിയ സാധ്യതകൾ, അതിനകത്ത് സംഭവിക്കുന്നത് അത്ഭുതത്തോടെയാണ് മോദിയും അമിത്ഷയും കേന്ദ്ര ഭരണകൂടവും നോക്കിക്കണ്ടത്. പ്രവചനാതീതമായിട്ടുള്ള ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ജൻസി, ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, ജൻസിയുടെ ഒരു അതിഭയാനകമായ വിധത്തിലുള്ള ഒരു മുന്നേറ്റമാണ്. അവർക്കത് ആലോചിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ മീഡിയകൾക്ക് ആലോചിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് പോലും അത് കൃത്യമായിട്ട് ബോധ്യം വന്നില്ല. നിവൃത്തിയില്ലായ്മയുടെ ഒരു സാഹചര്യത്തിലാണ് മോദി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ രാഷ്ട്രീയം അറിയില്ല എന്നാണല്ലോ പുതിയ കുട്ടികളെക്കുറിച്ച് പറയണത്. രാഷ്ട്രീയം അറിയില്ല. ഞാൻ എൻ്റെ മകള് എന്നോട് പറഞ്ഞു, ഒരു 1000 രൂപ തരുമോയെന്ന് ചോദിച്ചു. എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ്. ഞാൻ 1000 രൂപ ഒക്കെ കൊടുത്തു. എന്നിട്ട് എനിക്ക് അയച്ചു തന്നത് 1000 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട്, അതായിരുന്നല്ലോ ഒരു ട്രെൻഡ്. ഈ ട്രെൻഡ് കണ്ടിട്ട് അതിനകത്ത് അവർ ഇൻവോൾവ് ചെയ്യാണ്. അവിടെ ഇൻസ്റ്റയിലോ മറ്റേ സ്വിഗ്ഗിയിലോ അവർ ഓർഡർ ചെയ്തു. എല്ലാവരും ചെയ്യുന്ന ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ട് ആർക്കും എന്തെന്നില്ല, ജന്തർ മന്ദർ ഇന്ന ഏരിയാസ് എന്ന് പറയും, അവിടെ പോയി വണ്ടി നിൽക്കുകയാണ്. പുതിയ രീതിയാണ്. പണ്ട് ഈ ടോർച്ചിൻ്റെ ഉള്ളിൽ പുട്ട് വെച്ചിട്ട് നിരാഹാര സമരം കിടക്കാൻ പോയ കാലമൊക്കെ മാറിപ്പോയി. രാഷ്ട്രീയക്കാരൻ ആ ക്ലീശയിൽ നിന്ന് മാറിയിട്ടില്ല എപ്പോഴും. പക്ഷേ കുട്ടികൾ എങ്ങനെയാണ് ഒരു സമരത്തിൽ പങ്കാളിയാവുന്നത്? എങ്ങനെയാണ് പങ്കാളിയാവുന്നത്? അവർ ഓർഡർ കൊടുത്തിട്ട് അവരവിടെ എത്തുകയാണ്. അച്ഛനോട് പറയാണ്, എനിക്കൊരു 2000 രൂപ വേണം, ഡൽഹിയിൽ പോകാനാണ്, 2000 രൂപ മതി. ഡൽഹിയിൽ ചെന്നിട്ട് ആ സമരത്തിൽ നിൽക്കുകയാണ്, ഭക്ഷണം കൊടുക്കാൻ. അവരുടെ ചോദിച്ചു, അതാ ഭക്ഷണത്തിന് എത്ര പൈസയാവും? ഒരു ടൂർ പാക്കേജ് ആലോചിക്കുന്ന പോലെ കുട്ടികൾ ആലോചിക്കണില്ല. നേരെ ആ സമരത്തിൻ്റെ തീച്ചുളയിൽ പോയിട്ട് അതിൻ്റെ ആവേശത്തെ അതങ്ങനെ വെറുതെ ഈ നമ്മളുടെ ക്ലീശേ സമരങ്ങളുടെ ഭാവമൊന്നുമല്ല അവിടെ കണ്ടത്. ഞാൻ 2 ദിവസം ഡൽഹിയിൽ പോയ സമയത്തും ആ സമരം കാണാൻ മാത്രം കൗതുകത്തോടെ ഒന്ന് പോയി നോക്കാൻ മാത്രം അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ കുട്ടികളുടെ സമര രീതി നമ്മൾ കണ്ട ഒരു ശീലമില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് രൂപപ്പെട്ട് വന്നതാണ്. അതിനൊരു പ്ലാൻ ഇല്ല.
കൃത്യമായിട്ട് വരച്ചു വെച്ച മുദ്രാവാക്യങ്ങളില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം ഇങ്ങനെ അവിടെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, അവിടെ എന്താ സമരത്തിൻ്റെ രീതിയിൽ അവിടെ ഒരു 8 വയസ്സുള്ള കുട്ടി ഇങ്ങനെ തിരിഞ്ഞെളിക്കുകയാണ്. നോക്കുമ്പോൾ കുട്ടിയുടെ അമ്മയെ കാണാനില്ല. സമരക്കാരോട് പറയുന്നു ഒറ്റപ്പെട്ടു പോയതാണ് കുട്ടി. അപ്പോൾ സമരത്തിൻ്റെ അവിടെ നടക്കുന്ന എന്താണ്, സമരപ്പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കാണാതായിരിക്കുന്നു എന്ന് ബോധ്യമാവുന്നത്. ഒരു നിമിഷം പാട്ടുകളൊക്കെ അവിടെ നിന്നു. പിന്നെ പെട്ടെന്നൊരു പാട്ട അവിടെ രൂപപ്പെടുകയാണ്. ദീപാ ഗുപ്ത കഹാ ഹെ ആപ്കാ ബേട്ടി യഹാ ഹെ. അതൊരു പാട്ടായി. ദീപാ ഗുപ്ത കഹാ ഹെ ആപ്കാ ബേട്ടി യഹാ ഹെ. ആ പാട്ടിങ്ങനെ ഒരു താളമായി ആ സമരപ്പന്തൽ മുഴുവൻ, ആ സമര ഇടം മുഴുവൻ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ആ പാട്ട്. പെട്ടെന്ന് രൂപപ്പെട്ട കുട്ടികൾ, ഈ ജൻസി അവർ ഉണ്ടാക്കിയ പെട്ടെന്നൊരു പാട്ടാണ്. അതങ്ങനെ അങ്ങ് അലയടിച്ച് അമ്മ കുഞ്ഞിനെ തെരഞ്ഞു വരികയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 8 വയസ്സുള്ള കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അമ്മ പരിസരത്ത് എവിടെയുണ്ടെങ്കിൽ ഇവിടെ വരണം. നമ്മളുടെ ശീലം ഒരു ശീലയാണ്, അമ്പലപ്പറമ്പിൽ വണ്ടി എടുത്ത് മാറ്റാം. പുതിയ കുട്ടികൾക്ക് അതറിയില്ല, അവരത് കേട്ടിട്ടുമില്ല, അവർ ആ വഴിക്ക് വന്നിട്ടുമില്ല, അതുകൊണ്ട് അവർക്കത് അറിയില്ല. അവർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മുദ്രാവാക്യം വരികയാണ്. ഈ മുദ്രാവാക്യം തന്നെയാണ് ഞാൻ യൂത്ത് ലീഗുകാരോട് പറയട്ടെ, നമ്മൾ വിളിക്കണ മുദ്രാവാക്യം ശരിയാണെങ്കിൽ, നമ്മൾ ഉയർത്തുന്ന വിഷയം ശരിയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ ആളുണ്ടാവും. പൊട്ടത്തരാണെങ്കിൽ ഒരു മടിയുമില്ലാതെ വീട്ടിൽ കയറി ചെന്നാൽ അനുജത്തിയോ മക്കളോ അയൽവാസിയോ പറയും, എന്ത് പൊട്ടത്തരാണോ ഈ മുദ്രാവാക്യം ചോദിക്കും. കാലതാണ്, അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. സൂക്ഷ്മതയോടെ പുതിയ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, അതിന് കഴിയുന്നില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. ഇത് ഇഷ്യൂ നോൺ പൊളിറ്റിക്കൽ അല്ല, രാഷ്ട്രീയ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് രൂപപ്പെട്ടു വരുന്നത്. നിങ്ങൾ ഈ കർഷക സമരം ഇന്ത്യ കണ്ടിട്ടുണ്ട്, NRCക്കെതിരായിട്ടുള്ള സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമരമേ മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എത്ര ഫാസ്റ്റായിട്ടാണ് കർഷക സമരം രൂപപ്പെട്ടു നിങ്ങൾ കണ്ടിട്ടില്ല. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഈ കർഷകർ അവരുടെ ട്രാക്ടറുകളും ഒക്കെ ആയിട്ട് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു വന്ന് നടത്തിയ ഇന്ത്യയെ വിറപ്പിച്ചൊരു സമരമാണ്. NRCയുടെ സമരം നിങ്ങൾ കണ്ടു, വേറൊരു രീതിയായിരുന്നു അതിന്. അതിൽ നിന്ന് എൻ്റേർലി ഡിഫറൻ്റ് ആയിട്ടുള്ള, പൂർണ്ണമായി വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരം. ആ സമരമാണ് നമ്മളുടെ മുമ്പിൽ കണ്ടത്. നമ്മളുടെ ശീലങ്ങളെ ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ മാറി. ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ, അച്ഛൻ വലിയ മോദി ഭക്തനാണ്, അമ്മ വലിയ മോദി ഭക്തയാണ്. പക്ഷെ മകൾ പറയുന്നത് നിങ്ങളതൊക്കെ ശരി, നിങ്ങൾ മോദിയുടെ കൂടെ മുദ്രാവാക്യം വിളിക്കുകയെ മോദിക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തോ, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങളുടെ രീതികൾ ഇങ്ങനെയല്ല. നമ്മൾ പോയി ആലോചിച്ച് നോക്കി, ഇപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് ഞാനങ്ങനെ ഒരു ഫുട്ബോളിലെ ഏതെങ്കിലും ഒരു ടീമിൻ്റെ മാറ്റ് ഫാനായിട്ട് നിൽക്കുന്ന ഒരാളല്ല. പൊതുവേ അങ്ങനെയാണ്. കാരണം അതിൽ വലിയ അവഗാഹവും ആ കളിയിൽ ഓരോരുത്തരെയും ഫോളോ ചെയ്യണം, അങ്ങനെ രീതിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഒരു കാര്യം. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിലും മക്കളും കുട്ടികളും അവരുടെ കസിൻസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ. എനിക്ക് ഈ വേൾഡ് കപ്പിൽ തോന്നിയൊരു രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു പൊതുവിലെല്ലാവരും ഈ കുറേ കാലമായിട്ട് വേൾഡ് കപ്പും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് പറയാൻ അർജൻറ്റീന, ബ്രസീൽ, അതല്ലെങ്കിൽ മെസ്സി, നെയ്മർ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളെ കുറിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ, അതിൻ്റെ പേരിൽ തർക്കം, വമ്പിച്ച രസകരമായ നല്ല രസമുള്ള തർക്കങ്ങൾ, ആക്ഷേപങ്ങൾ, ഇതൊക്കെയാണ് കാര്യമായിട്ട് നടക്കുന്നത്. നമ്മളെ കുട്ടികൾ പക്ഷേ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യണമെന്നില്ല. അങ്ങനെ തർക്കണ്ട്, മെസ്സി നേടും, മെസ്സി പിടിക്കും, ഇല്ല നെയ്മർ വിടൂല എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ വളരെ കൂളായിട്ട് അവർ പറയണതേ അങ്ങനെ സ്പെയിൻ അവരുടെ കളിക്കൊരു താളമുണ്ട് എന്നാണ്. എന്നോട് തന്നെ ചെറിയൊരു ഒരു കുട്ടീനോട് പറഞ്ഞത്, അങ്ങനെ വലിയ രൂക്ഷ സ്പെയിന് വരുന്ന ഒരു പ്രതീക്ഷ ഞാൻ കാണുന്ന നമ്മളുടെ ഈ ഓൾഡ് ജനറേഷൻ്റെ ഇതിനകത്ത് കാണുന്ന ആളുകളുടെ തർക്കമാണല്ലോ നമ്മൾ കാര്യം കാണുന്നത്. അപ്പോൾ അതിനകത്ത് നെയ്മർ ഉണ്ട്, മെസ്സി ഉണ്ട്, അർജൻറ്റീന ഉണ്ട്, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ഈ കുട്ടീനോട് വളരെ സീരിയസ് ആയിട്ട് ഷായ്പ അതൊന്നും അല്ല കാര്യം, അങ്ങനെയൊന്നുമല്ല കാര്യം. അത് നിങ്ങൾക്കറിയാനാണ്, സ്പെയിനിന് ഒരു താളമുണ്ട്, അവരുടെ കളിക്കൊരു താളമുണ്ട്. അവസാനം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവരുടെ ഒരു നിരീക്ഷണം നമ്മളൊക്കെ പറയുന്നത് തന്നെ നമ്മളുടെ ഒരു ഫുട്ബോളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നതിനപ്പുറത്ത് അത് മാത്രമല്ല അവർ കാണുന്നത്. അവർ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ യമീൻ യമാലുണ്ട്. അദ്ദേഹം ഒരു കളിയിൽ ഒരു കപ്പ് നേടുന്ന സമയമുണ്ടല്ലോ, ലാലിഗ കപ്പ് നേടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് അദ്ദേഹം ഫലസ്തീൻ്റെ കൊടിയും പിടിച്ചിട്ട് ഒരു പോക്ക് കൊണ്ടുണ്ട്. ഇസ്രയേൽ മനുഷ്യരെങ്ങനെ കുഞ്ഞുങ്ങളെങ്ങനെ കൊന്നു തള്ളുമ്പോൾ അവർക്കെതിരെ ഒരു കളിക്കാരൻ ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്, ലമീൻ യമാലിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോഴും ആ പഴയ ക്ലീഷേ ഫുട്ബോൾ കളിയിലെ താരപരിവേഷങ്ങളുടെ അവരുടെ മാന്ത്രികമായ അവരുടെ കാലുകളുടെ ചലനത്തെയൊക്കെ കാണുമ്പോൾ കുട്ടികളത് മാത്രമല്ല, അവരതിനകത്തുള്ള ഒരു രാഷ്ട്രീയവും അതിനകത്തുള്ള ഒരു താളത്തെയും നമുക്ക് കാണാത്ത വിധത്തിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങളുടെയും എൻ്റെയും വീട്ടിനകത്തുണ്ട്.
നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി അവരെ തള്ളാൻ പറ്റില്ല. കാരണം അവർ ഇന്ത്യയുടെ ഭരണകൂടത്തെ നെറ്റി കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിലെ മണ്ണിൽ വെപ്പിച്ച കരുത്തുറ്റുള്ള ഒരു ശക്തിയാണ്. സകലമാന രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം, നിങ്ങൾ നിസ്സാരമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അതിലൊന്നും അത്ര വലിയ കാര്യമില്ലപ്പാ, അവർക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത് വലിയ അബദ്ധമാണ്. ഞാൻ ഇപ്പോൾ എല്ലാവരോടും അവർ പോലീസിനോട് പെരുമാറുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ. അടിക്കുമ്പോൾ എന്താണ് ഒരു വലിയ രസമുണ്ടല്ലോ. ഈ ഗാന്ധിയെ ഓർക്കുന്ന, ഗാന്ധിയെ മറക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഗാന്ധിയെ ഓർമ്മിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. പിന്നെയും ഓർമ്മ ഇങ്ങനെ വരും, പിന്നെയും ഓർമ്മ വരും. ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സുഭാഷ് ചന്ദ്രബോസ് തെറ്റായിരുന്നില്ല, പക്ഷെ ഗാന്ധിയുടെ വീക്ഷണത്തിൽ ഗാന്ധി പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ആളുകളെ കൊല്ലം കൊടുത്തിട്ട് അവർക്ക് കൂടെ വേണ്ടേ സ്വാതന്ത്ര്യം, അവരത് ആസ്വദിക്കാനില്ലാതെ മരിച്ചുപോയിട്ട് എന്താ കാര്യം എന്ന വികാരമാണ് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനോട് പങ്കിടുന്നത്. അതും ഒരു രാഷ്ട്രീയമാണ്. ഗാന്ധി ഒരു വലിയ രാഷ്ട്രീയത്തിൽ ശരിയാവുമ്പോൾ സുഭാഷ് ചന്ദ്രബോസും ഒരു രാഷ്ട്രീയത്തിൽ ശരി തന്നെയാണ്, തെറ്റാവുന്നില്ല. പക്ഷേ ആ നിരീക്ഷണമുണ്ട്. അവിടെ ഗാന്ധി എടുക്കുന്ന ഒരു സമീപനമില്ലേ, ഈ കുട്ടികൾ നിന്ന് തല്ലുകൊള്ളുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വല്ലാത്ത ഒരു വികാരം, ആ പഴഞ്ചൻ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഗാന്ധിജിയുടെ അംശം ആ കുട്ടികളിലുണ്ട്. അപ്പോൾ പ്രശ്നം നമ്മളാണ്. കുട്ടികൾക്ക് രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടല്ല, കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടല്ല, കുട്ടികൾ ഈ അപകടകരമായ വയലൻസിൻ്റെ കൂടെ പോകുന്നവരല്ല. അവർക്ക് ഗാന്ധിജി അറിയാം, അല്ലെങ്കിൽ ഗാന്ധിജി സന്നിവേശിപ്പിച്ച ഒരു രാഷ്ട്രീയം അറിയാം. ഇന്നിപ്പോൾ ഞാനിങ്ങനെ രാവിലെ പോകുമ്പോൾ വിചാരിച്ചു, രാവിലെ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഒരു മന്ത്രി പദവിയിൽ ഒരു ഓഗസ്റ്റ് 15 ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് പോകുന്നത്. കുറേ ചടങ്ങുകൾ. നമുക്ക് നമ്മൾ വിചാരിക്കും ഇതെന്താണ്, എന്തിനാ ഇതൊക്കെ അങ്ങനെ നമ്മൾ വിചാരിക്കൂലേ. ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സമ്മോഹനമായ ഓഗസ്റ്റ് 15 ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്താണ്. നമ്മളത് കാണാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കണ്ണും തിരുമ്മിയിട്ട് പിന്നെ ജില്ലാസ്ഥാനത്തേക്ക് പോണത്, പാപ്പയുടെ കൂടെ പോകുന്നത്, ആ കാണുന്ന പരേഡ്, അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഉള്ളിലുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ഇപ്പം നമുക്കതൊരു ചടങ്ങാണ്. ഇപ്പോൾ അജിംസിൻ്റെ മുന്നിൽ വരുന്നൊരു വാർത്ത, ആ വാർത്തക്കൊരു രീതി ഉണ്ടാവും. കുറേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെ പെട്ടെന്ന് തന്നെ ഒരു കുഴലിലേക്ക് അങ്ങിട്ടാൽ ആ സാധനത്തെ തൻ്റെ നിരീക്ഷണത്തിനനുസരിച്ച് അങ്ങ് രൂപപ്പെട്ടു വരും. ഞാൻ എൻ്റെ രാഷ്ട്രീയക്കാരെന്ന നിലയ്ക്ക് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇതൊക്കെ കരിമ്പ് ഇവിടെ ഉണ്ട്, നമ്മളെ മുമ്പിൽ വരുന്നൊരു പരാതിയോ എന്തെങ്കിലും വന്നാൽ അത് അങ്ങനെ അങ്ങ് പോകും, സ്വാഭാവികമായിട്ട് അങ്ങ് പോകും. നമ്മളത് കണ്ട് ശീലിച്ചുകൊണ്ട്. പക്ഷേ ഒരു കുട്ടി അങ്ങനെയല്ല, കൗതുകത്തോടെ ഈ കുട്ടികളത് കാണുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയം അറിയാം, മോദി അറിയാം, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം. ആ മാറ്റത്തെ അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയാത്ത നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു വലിയ മാറ്റമാണ്. സത്യസന്ധത ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള നിർബന്ധമില്ല. ഇപ്പം എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുള്ള ആളാണ് അജിംസ് പിന്നെ എടുക്കുന്ന ഒരു നിലപാട് ഞാനത് വളരെ പോസിറ്റീവായി ഉൾക്കൊള്ളുന്ന ഒരാളാണ്. കാരണം അജിംസിന് എന്ന് വെച്ചാൽ മേപ്പറില്ലാത്തവരത് തീപ്പൊരി എന്ന് പറയുന്ന പോലെയാണ്. അജിംസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഒരു അധികാരത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് അജിംസൊക്കെ പറയുന്ന പോലെ നിൽക്കാൻ പ്രയാസമാണ്, കഴിയില്ല. പക്ഷേ പറയുന്നത് അധികാരത്തിനു വേണ്ടിയോ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാവരുത്, വാചകങ്ങളാവരുത്. അതിൽ ഹോണസ്റ്റി ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ എന്നെ ലോകത്ത് എവിടെ എന്തുണ്ടായാലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനമായിട്ട് വലിച്ചു കൊണ്ടുവരും. അപ്പോൾ ഈ പിന്നെ എന്താണ് PMC ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് വലിയ ചർച്ചയായി വന്നിരുന്നത് എന്താണ്, അറബിക്കടലിൽ എറിയണമെന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് വലിയ ചർച്ചയായിട്ട് ഭയങ്കര ഇതായിട്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കുന്ന വകുപ്പായിട്ട് വന്നിട്ടൊരു കേസല്ല അത്. പക്ഷേ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഒരു മന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ആ വകുപ്പിലെ കാര്യം മാത്രം പറയാൻ പാടുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കണം എന്താ കാര്യങ്ങൾ, അധികാരം വന്നതുകൊണ്ട് അത് അറബിക്കടലിലല്ല, അതിനപ്പുറത്ത് വേറെ ഒരു അഴുക്കുചാലുണ്ടെങ്കിൽ വലിച്ചെറിയേണ്ടതാണ്. എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല, ഞാനത് മാറ്റാനും പോകുന്ന ആളല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് മാത്രമായി ഒരു കാര്യം ചെയ്യാനാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. എന്നെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് ത്രസിപ്പിച്ച 2-3 ആളുകളുണ്ട്. ഒന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട്, നമ്മളെ എന്താണ് പിന്നെ അബ്ബാസ് അർഗാച്ചി എന്ന് ഞാൻ പറയുന്നത്, അബ്ബാസ് അർഗാച്ചി, പ്രൊണൗൺസിയേഷൻ പറയാമോ, അബ്ബാസ് അർഗാച്ചി ഉണ്ട്. അർഗാച്ചിയുടെ രീതികളും അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ സമര രീതികളൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹം രസകരമായൊരു അർഗാച്ചിയുടെ രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അന്താരാഷ്ട്ര സഭയിൽ സംസാരിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോയി കൊടുക്കും. അപ്പം തൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആളോട് പറയുന്നുണ്ട്, വെള്ളം കൊടുക്കാൻ പറയും. അപ്പോൾ ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് അയാൾ കുടിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് അയാൾ പറയുന്നൊരു ഡിപ്ലോമാറ്റിക് ചീത്ത ഉണ്ട്. എന്താ പറയുക, ചീത്ത പറയുന്നത്, തന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ലടോ എന്നാണ്.
ആ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ പറയുന്നുണ്ട് സാധനം. അതൊരു മനോഹരമായ ഒരു പ്രയോഗമാണ്, രസകരമായ പ്രയോഗമാണ്. എനിക്കിഷ്ടമാണ് ആ കാഴ്ച, ഞാനത് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമതിൻ്റെ ഇഷ്ടങ്ങളിലെ ഒരാൾ സൊഹ്റാൻ മംദാനിയാണ്. സൊഹ്റാൻ മംദാനി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, എവിടുന്ന, ന്യൂയോർക്കിൽ, എങ്ങാനും നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ നെതന്യാഹുവിനെ ഞാൻ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യും. അന്ന് നെതന്യാഹുവിൻ്റെ പ്രസംഗം ആവേശത്തോട് കേട്ട ആളാണ് ഞാൻ. ആ ന്യൂയോർക്കിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നെതന്യാഹു വന്നുപോയി. അതിന് അദ്ദേഹത്തിൻ്റെ നമ്മളുടെ സൊഹ്റാൻ മംദാനിയുടെ മറുപടിയുണ്ട്. ഒരു പക്ഷേ കുട്ടികൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ കണ്ടു കാണും. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിങ്ങൾ ആരും ഈ ഹാളിലുള്ളവർ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ജൻസി പിള്ളേർ കണ്ടിട്ടുണ്ടാവും. അവരതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യണമെന്ന്, പക്ഷേ എൻ്റെ നിയമപരിധിയുടെ അകത്ത് അതിന് സാധ്യമല്ല. ഞാൻ ലോക പോലീസിനോട്, ലോകത്തിലെ അധികാരത്തോട്, വേൾഡ് കോടതിയോട്, അമേരിക്കയോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിലാണ് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. നിങ്ങളത് ചെയ്യണം. ഞാൻ എൻ്റെ നിലപാടുകളെ മാറ്റുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്, ക്ഷമിക്കണമെന്നല്ല അദ്ദേഹം പറയുന്നത്. എൻ്റെ അധികാരപരിധിയിൽ അതില്ല എന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായം മാറിയെന്നാണോ? ആണോ? അധികാരങ്ങളോ സൗകര്യങ്ങളോ വരുമ്പോൾ അഭിപ്രായങ്ങൾ സൗമ്യമാക്കുകയാണോ വേണ്ടത്? നിശബ്ദമാക്കുകയാണോ വേണ്ടത്? മീഡിയ മുറികളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമെന്നതുകൊണ്ട് ആ വിമർശനം ഏറ്റുവാങ്ങാനുള്ള ചളിപ്പ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയാണോ വേണ്ടത്? അത് രാഷ്ട്രീയമല്ല, അത് നിലപാടുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് വരെ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള അവസരത്തിൻ്റെയും അവകാശത്തിൻ്റെയും കൂടി പേരാണ് ഈ 80ാമത്തെ ദിവസവും ആഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ട്രോൾ എന്ന് പറയുന്നത് അത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമല്ല. അങ്ങനെ ട്രോൾ ചെയ്യാൽ എന്താ പറ്റുമെങ്കിൽ അവനാണ് തന്നെ ട്രോൾ എന്നാണ്. ഞാൻ ഒരിക്കൽ നിയമസഭയിൽ നിന്ന് ഒരു ഡേറ്റ് മാറിയിട്ട് സംഖ്യയിട്ട് വായിച്ചു. ഭയങ്കര സംഭവമായിട്ട്. കാരണം ഈ സംഖ്യ ഇട്ടെടുത്ത് കുത്തുണ്ടായിരുന്നില്ല. കുറേ വന്നപ്പോൾ ഞാൻ പിറ്റേ ദിവസം നിയമസഭയിൽ അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു, ഇന്നലെ ഞാൻ തെറ്റിയിട്ട് വായിച്ചതായിരുന്നു, ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാതെ പറയാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ബി ഗ്രാം എന്ന് ഞാൻ പറഞ്ഞു. BBG റാം എന്ന് ആക്കുന്നത് നേരത്തെ അർജുൻ സ്വാതി ഒരു അജണ്ടൻ്റെ ഭാഗമാണ്. ഒരു മടിയില്ലാത്ത നമ്മളെ ആളുകൾ BBG റാം എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ BBG റാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡൽഹിയിലെ മീറ്റിങ്ങിൽ പോയപ്പോൾ ഇതല്ലാത്ത എല്ലാം ഗ്രാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മാത്രം വരുന്നു VB റാം എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിയമസഭയിൽ ഞാൻ പറഞ്ഞു VB ഗ്രാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരോ വെക്കെന്ന് പറഞ്ഞ് തിരുത്തി, അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഇത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, ഇന്നലെ ഞാൻ പക്ഷേ തെറ്റിയിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. സമ്മതിച്ചാൽ മതി. അങ്ങനെ ആവശ്യമില്ലാത്ത ഈഗോ ഒന്നും കൊണ്ടുനടക്കുക. തെറ്റൊന്നും സംഭവിക്കാത്ത മഹാൻ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ധാരണകളിൽ പലതും തെറ്റുണ്ട്. നമ്മളെ തിരുത്താൻ പറ്റുന്ന ആളുകൾ നമ്മളെ പിറകിലുണ്ട്. അവിടെ ഈ കൊച്ചു അഹങ്കാരങ്ങളുമായിട്ട് ജീവിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ യൂത്ത് ലീഗരോട് പറയട്ടെ, ഇപ്പോഴും ഞാനിവിടുന്ന് പറയുന്നത് എത്ര ജൻസി പിള്ളേർ കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഒരാളുമില്ല. ഈ ഹാളുകൾ നോക്കിക്കോ, യൂത്ത് ലീഗരെ, ഈ ഹാളുകൾ നോക്ക്. നമ്മളിനി എത്ര ദൂരം യാത്ര ചെയ്യണം? സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആട്ടാപ്പാട്ടെല്ലാം വലിച്ചെറിയപ്പെടുമെന്ന് ഞാൻ എന്നോട് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ജയ് ഹിന്ദ്.